അടുത്തതായിട്ട് നമുക്ക് മാനേജ്മെന്റ് ഓഡിറ്റ് ചെക്ക് ലിസ്റ്റ് ആണുള്ളത്. ഏകദേശം 10 ഐറ്റംസ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഇത് അനക്ഷറിന്റെ ഭാഗമായതുകൊണ്ടും ഇഷ്ടമാതിരി പോയിന്റ്സ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിന്റെ കീഴിൽ പഠിക്കാനായിട്ടുള്ളത് കൊണ്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വഴിയെന്ന് പറയുന്നത് ഇതിനെ കഴിവതും എന്ത് ചെയ്യുക, ജനറലൈസ് ചെയ്യുക. മീൻസ് ജനറലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു 3-4 പ്രാവശ്യം വായിക്കുക. അതിനുശേഷം നമ്മളുടെ മനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിനെ എക്സ്പാൻഡ് ചെയ്ത് ഇൻ കേസ് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു വഴി മാത്രമേ നമുക്കുള്ളൂ. അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 10 പോയിന്റിനകത്ത് ഏകദേശം 8 സബ് പോയിന്റ്സ് വരികയാണെങ്കിൽ തന്നെ 80 പോയിന്റുകൾ കാണാതെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് നമ്മളുടെ മനസ്സിൽ ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ നോക്കുമ്പോൾ അവിടെ എന്തൊക്കെ പോളിസീസും കാര്യങ്ങളുണ്ട്, പോളിസീസ് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ അവിടെ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് തന്നെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ പോയിന്റ്സ് നമുക്ക് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ജനറലൈസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അതുമല്ല, ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നോട്ട് ഡ്വെല്ലിംഗ് ഇൻ ടു ദ ഇൻട്രിക്കേറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദിസ് ടോപ്പിക്. അതുപോലെ തന്നെ ഇത് അനക്ഷറിന്റെ ഭാഗമാണ്. സോ ജസ്റ്റ് നമുക്കൊരു ഓവർവ്യൂ കണക്ക് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ചു പോകാം ഈ ഒരു ചെക്ക് ലിസ്റ്റ്. അപ്പോൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ഐറ്റം അല്ല, ഒരു ഗൈഡ് ലൈൻ, ഒരു ടെംപ്ലേറ്റ് എന്ന രീതിക്ക് മാത്രം. നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് പ്രോഗ്രാം പഠിച്ചപ്പോൾ നമ്മൾ കുറേ പോയിന്റ് പഠിച്ചില്ലേ, അതുപോലെ ഒരു ചെക്ക് ലിസ്റ്റ് മാത്രമാണ് ഇവിടുത്തെ ഈ മാനേജ്മെന്റ് ഓഡിറ്റിന്റെ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നതും. നമുക്ക് നോക്കാം. മാനേജ്മെന്റ് ഓഡിറ്റ് ചെക്ക് ലിസ്റ്റ് ഈസ് ടു എൻഷുർ ദാറ്റ് മാനേജ്മെന്റ് സിസ്റ്റംസ് ആൻഡ് പ്രോസസ് ആർ എഫക്റ്റീവ്ലി അഡ്രസ്സിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ഓഫ് ദ ബിസിനസ് എൻറ്റിറ്റി. ഒരു കമ്പനി ജസ്റ്റ് കമ്പനിയുടെ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാനേജ്മെന്റ് ഓഡിറ്റ് പ്രോസസ്സ് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ആണ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇതൊരു ടെംപ്ലേറ്റ് മാത്രമാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെംപ്ലേറ്റ് മാത്രമാണ്. സോ നമുക്ക് നോക്കാം അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്. സോ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ അസൈൻഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ്. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് പലതരത്തിലുള്ള ഫംഗ്ഷൻസ് ഉണ്ട്. പ്രൊഡക്ഷൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ കാണും, പർച്ചേസിൻ്റെത് കാണും. ഇതിനൊക്കെ വേണ്ടിയിട്ട് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആരാണ് ഉത്തരവാദിത്തം ഉള്ളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ആരാണ് വെണ്ടറെ കോൺടാക്ട് ചെയ്യേണ്ടത്, അത് ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത് ആരാണ്, അതിൻ്റെ അനാലിസിസ് നടത്തേണ്ട ആരാണ് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളാണ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ പറയുന്നത്. അടുത്തത് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ഇൻ പ്ലേസ് മോണിറ്ററിങ് ആക്ടിവിറ്റി. ഇപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റേയും പല ഫംഗ്ഷൻസും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പോളിസീസും പ്രൊസീജിയേഴ്സും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടോ. ഇനി അവിടുത്തുള്ള എംപ്ലോയീസ് ഉണ്ടല്ലോ, അവരെല്ലാം എന്താണ്, സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാം ഈ പോളിസീസിൻ്റെ പ്രൊസീജിയേഴ്സിന് അവെയർ ആണോ. അപ്പോൾ നമുക്ക് ഒരു ഓർഗനൈസേഷൻ ജോലി കിട്ടുമ്പോൾ അവരുടെ ഒരു ഇന്റേണൽ ട്രെയിനിങ്സ് കാണും അല്ലേ, ദെയർ വേ ഓഫ് ഡൂയിങ് തിങ്സ്. അപ്പോൾ ഞങ്ങൾ ഇത്തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അപ്പോൾ അതിലേക്ക് നമ്മൾ കംപ്ലൈ ചെയ്യണം. അത് കംപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതാണ് അവെയർ ഓഫ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അതായത് മാനേജ്മെന്റ് കമ്മിറ്റി മീറ്റിംഗ്സ് ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ടോ. അപ്പോൾ കമ്പനിക്ക് ഒരു കണക്കൂട്ടലാണ്. ഫോർ എക്സാമ്പിൾ പല ഓർഗനൈസേഷനിലാണെങ്കിൽ ഡെയിലി മീറ്റിംഗ്സ് ഉണ്ടാവും, വീക്ക്ലി മീറ്റിംഗ്സ് ഉണ്ടാവും. അപ്പോൾ ഡെയിലി മീറ്റിംഗ്സിൽ നമ്മൾ ഇന്നത്തെ ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടുന്നത്, വീക്ക്ലി മീറ്റിംഗ്സ് കാണും, ഈ ആഴ്ച സംഭവിച്ച വെയർ ഹാവ് വി വെൻറ്റ് റോങ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആ ഭാവിയിൽ ആ മിസ്റ്റേക്സ് ഒഴിവാക്കാനായിട്ട് പറ്റും. അതൊക്കെ എന്താണ് മാനേജ്മെന്റ് കമ്മിറ്റി മീറ്റിംഗ്സ് അല്ല വീക്ക്ലി മീറ്റിംഗ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ മാനേജ്മെന്റ് കമ്മിറ്റി മീറ്റിംഗ്സ് ആണ്. ഇതിനകത്ത് ഫങ്ഷണൽ ഹെഡ്സും കാര്യങ്ങളും എല്ലാം വന്നിരുന്നിട്ട് അവരുടേതായ ചാലഞ്ചസ്, അവരുടേതായ ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ അത് നടക്കുന്നുണ്ടോ. ഇനി ഈ മെമ്പേഴ്സിന് ആനുവൽ റിപ്പോർട്ട്സ്, നമ്മളെ ഓർഗനൈസേഷൻ്റെ ആനുവൽ റിപ്പോർട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ, ആരൊക്കെയാണ് നമ്മളുടെ കമ്മിറ്റിയുടെ മെമ്പേഴ്സ്. ഇനി ഫങ്ഷണൽ റിപ്പോർട്ടിംഗ് ഹൈറാർക്കി ഉണ്ടോ. ഇപ്പോൾ ജി എമ്മിന് ആരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഓരോ ഫംഗ്ഷൻ്റെ ഹെഡുകൾ ഈ ജി എമ്മിന് ആൻസബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഫങ്ഷണൽ റിപ്പോർട്ടിംഗ് ഹൈറാർക്കി ഉണ്ടോ. ഇനി ബാക്കപ്പ് IT ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓർഗനൈസേഷനിലെ ഡേറ്റ ബാക്കപ്പ് ഓർഗനൈസേഷൻ അല്ലാതെ വേറൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ടോ. അപ്പോൾ ഓർഗനൈസേഷന് പെട്ടെന്ന് ഒരു ദിവസം വെള്ളം കയറി അല്ലെങ്കിൽ തീ പിടിച്ച് നശിച്ചു പോയി, അപ്പോൾ നമ്മൾ ഡേറ്റ മൊത്തത്തിൽ പോകാനായിട്ട് പാടില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഓർഗനൈസേഷൻ മാത്രമല്ല, ആ ലൊക്കേഷൻ മാത്രമല്ല, മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡേറ്റ ബാക്കപ്പ് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഫിനാൻസ് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. മാനേജ്മെന്റിന്റെ കീഴിൽ ഫിനാൻസ് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ബഡ്ജറ്റ്സും
അപ്രൂവൽ മെക്കാനിസം ഉണ്ടോ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ, എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സാധനം വേണം, പർച്ചേസ് റിക്വസ്റ്റ് റൈസ് ചെയ്യും, പർച്ചേസ് റിക്വസ്റ്റ് ഫിനാൻസിൽ പോകും, ബജറ്റിനനുസരിച്ചാണെങ്കിൽ ഫിനാൻസ് മാനേജർ അപ്രൂവ് ചെയ്യും. അപ്പോൾ അതാണ് അപ്രൂവൽ മെക്കാനിസം. ഇപ്പോൾ ബജറ്റ് പ്രോസസ്സ് ബജറ്റിൻ്റെ അകത്താണെങ്കിൽ അപ്രൂവ് ചെയ്യത്തുള്ളൂ. ഇനി ട്രാൻസാക്ഷനിലെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ആൻഡ് റിവ്യൂഡ് ബൈ സീനിയർ മാനേജ്മെന്റ് റെഗുലർ ബേസിസ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ എവിടേക്കാണ് നമ്മളെ ക്യാഷ് വരുന്നത് പോണത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, സീനിയർ മാനേജ്മെന്റ് അത് റിവ്യൂ ചെയ്യുന്നുണ്ടോ, നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രൊഡ്യൂസ് ഫോർ മാനേജ്മെന്റ് കമ്മിറ്റി ജനറൽ മീറ്റിംഗ് കൂടുമ്പോൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് കമ്മിറ്റി മീറ്റിംഗ് കൂടുമ്പോൾ ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് നമ്മൾ അവിടെ വെക്കാറുണ്ടോ. ഇനി ഗോൾസ്, ഇപ്പോൾ പ്രോഫിറ്റിലാക്കണമെന്നായിരിക്കും നമ്മളെ ഗോൾ. ഇപ്പോൾ ഗോൾ സെറ്റ് ചെയ്തു, ഈ ഗോൾ നമ്മൾ എന്ത് ചെയ്യണം, ആരെങ്കിലേക്ക് അസൈൻ ചെയ്യണം, ആ വ്യക്തി ആയിരിക്കണം എന്ത് ചെയ്യാൻ വേണ്ടി ആ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കി സെറ്റ് ഓഫ് ആക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും ഉത്തരവാദിത്വപ്പെടുത്തി ഏൽപ്പിച്ചിട്ടുണ്ടോ. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഫിനാൻസ് ഓഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു മാനേജ്മെന്റ് ഓർഡർ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ്. അടുത്ത ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തൊക്കെയാണ് നമ്മളെ കമ്പനി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ, എല്ലാ അസറ്റിനും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ, ഏതൊക്കെ ടൈപ്പ് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്, ഇനി ഇൻഷുറൻസുകളുണ്ടോ, ഇനി ഇൻഷുറൻസ് ക്ലെയിം വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ വഴിയാണോ അപ്ലൈ ചെയ്യുക. ഇതെല്ലാം നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കമ്പനി അസറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വെദർ ഓൾ കമ്പനി അസറ്റ്സ് അക്രോസ് ഓൾ ലൊക്കേഷൻസ് ആർ കവേർഡ് വിത്ത് അഡിക്കേറ്റ് ഇൻഷുറൻസ് ഓക്കെ എഗെയിൻസ്റ്റ് ഇൻഷുറബിൾ പെരിൽസ്, വെദർ ലോസ് ഓഫ് പ്രോഫിറ്റ് ബൈ എർത്ത് ക്വേക്ക് ബർഗ്ലറി എക്സെട്രാ റിക്കവേർഡ്. അപ്പോൾ എർത്ത് ക്വേക്ക് എന്ന് വെച്ചാൽ ഭൂമി കുലുക്കം അല്ലെങ്കിൽ മോഷണം, ഇതൊക്കെ വെച്ചിട്ടുള്ള ലോസ് ഓഫ് പ്രോഫിറ്റ് ഇൻഷുറൻസ് കവർ ചെയ്യുന്നുണ്ടോ. ഈ താഴെ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് ടൈപ്പ് പോളിസീസ് നമ്മൾ എടുത്തിട്ടുണ്ടോ, നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഫയറിന് കൂടുതൽ സാധ്യതയായിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ നമുക്ക് ചോദിക്കാം ഫയർ അനുസരിച്ചുള്ള, അല്ലെങ്കിൽ കൂടുതൽ ആക്സിഡന്റ് പ്രോൺ ബിസിനസ് ആണെങ്കിൽ നമുക്ക് അത്തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ചോദിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് മാത്രം തന്നിരിക്കുകയാണ്. വെദർ ദ മെമ്പേഴ്സ് അവെയർ ഓഫ് ദ ഇൻഷുറൻസ് കവറേജ് ആൻഡ് റിലേറ്റഡ് പോളിസി. പോളിസി നമ്മൾ അവിടെ എംപ്ലോയീസ് ഉണ്ട്, എംപ്ലോയീസിന്റെ മേളിൽ എന്താ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസീസ് കാണും. ഈ ഇൻഷുറൻസ് പോളിസീസിന്റെ ബെനിഫിറ്റിനെ കുറിച്ചിട്ട് അവർ അവെയർ ആണോ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ട്രെയിനകത്ത് പോകുമ്പോഴത്തേക്കും ട്രെയിനിനകത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിനകത്ത് പോകുമ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നിങ്ങളെ ബെനിഫിറ്റ് നിങ്ങളെ അറിയിക്കത്തില്ലേ, ഇത്ര ലക്ഷം രൂപ നിങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ആക്സിഡന്റ് പറ്റിയാൽ പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗ് നഷ്ടപ്പെട്ടാൽ കിട്ടും. അത് കണക്ക് കമ്പനിക്ക് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം ഇവരുടെ മേലെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് എത്ര ബെനിഫിറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. വെദർ ക്ലെയിംസ് ആർ മെയ്ഡ് പ്രൊഡൻലി ആസ് പെർ സ്റ്റിപ്പുലേഷൻ ഇൻ ദ പോളിസീസ്. അപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ക്ലെയിം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ക്ലെയിം നമ്മൾ ഇൻഷുറൻസ് കമ്പനി പറയുന്ന ആ ഒരു പ്രൊസീജിയർ വഴിയാണോ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻഷുറൻസ് എന്ന ടോപ്പിക്കിൽ നോക്കുക. ഇനി അവിടുത്തെ പോളിസീസും പ്രൊസീജിയേഴ്സിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ എല്ലാ ക്രിട്ടിക്കൽ ഏരിയാസിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോയെന്ന് പോളിസി ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പോളിസി പലപ്പോഴും ചിലപ്പോൾ വെർബൽ പോളിസീസ് ഉണ്ടാവും. വെർബൽ പോളിസീസ് ഒരിക്കലും നിലനിൽക്കത്തില്ല, ഡോക്യുമെൻ്റ് ചെയ്താലേ നമുക്ക് ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ ക്രിട്ടിക്കൽ ഏരിയാസിലും പോളിസീസ് വേണം. ഈ പോളിസീസ് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടോ നമുക്ക് ചോദിക്കാൻ വേണ്ടിയൊരു ക്വസ്റ്റ്യൻ ആണത്. അടുത്തത് ഈ പോളിസി ഡോക്യുമെൻ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നിലവിലുള്ള റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടോ, പാലിച്ചിട്ടുണ്ടോയെന്നും ഉറപ്പുവരുത്തണം. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ വർക്കിംഗ് അവേഴ്സ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മിനിമം സാലറി ഒരു ഓർഗനൈസേഷനിൽ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഞാൻ ലേബർ ലോസും മറ്റു കാര്യങ്ങളും റെഫർ ചെയ്തിട്ട് വേണം അത്തരത്തിലുള്ള പോളിസികൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്പർ ഓഫ് ഹോളിഡേയ്സ് അതെല്ലാം എന്താണ് ലേബർ ലോസും കാര്യങ്ങളും റെഫർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഫ്രെയിം ചെയ്ത പോളിസീസ് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ. ഇനി policy should be dynamic. It should change with according to the circumstances and time. ഓക്കെ, സമയത്തിനനുസരിച്ച് ഈ പോളിസീസ് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഇത് ഔട്ട്ഡേറ്റഡ് ആയി പോകും. സോ ഇടയ്ക്കിടയ്ക്ക് ഇത് റിവ്യൂ ചെയ്യുന്നുണ്ടോ, മോണിറ്റർ ചെയ്യുന്നുണ്ടോ. ഇനി എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, നമ്മൾ പെട്ടെന്ന് തന്നെ അത് എഫക്റ്റ് ചെയ്യുന്ന പാർട്ടീസിനെ അറിയിക്കണം. ഇപ്പോൾ എംപ്ലോയീസ് ആണെങ്കിൽ അവരെ നമ്മൾ അപ്പോൾ തന്നെ അറിയിക്കണം. ഈ താഴെ പറയുന്ന കാര്യങ്ങൾക്ക് സെപ്പറേറ്റ് പോളിസീസ് ഉണ്ടോ. ഓക്കെ, സോ ഹറാസ്മെൻറ്റ്, ഡ്രഗ്സ്, ആൽക്കഹോൾ, കോച്ചിങ് എത്തിക്സ്, ചൈൽഡ് പ്രൊട്ടക്ഷൻ, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകം പോളിസീസ് ഉണ്ടോ. ഇതെല്ലാം ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ പോളിസിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി പ്ലാനിങ് കൾച്ചർ ഓറിയൻറ്റഡ് ആണോ, നമ്മൾ ഓർഗനൈസേഷൻ്റെ കൾച്ചർ ഉണ്ടാകും, ആ കൾച്ചർ ഓറിയൻറ്റഡ് ആണോ നമ്മൾ പ്ലാനിങ്. ഇനി ഈ കമ്പനിക്ക് ഒരു സ്ട്രാറ്റജിക് പ്ലാൻ, ഡെവലപ്മെൻറ്റ് പ്ലാൻ ഉണ്ടോ, ഈ പ്ലാൻ മാപ്ഡ് ആണോ, ഈ പ്ലാൻ മതിയാവോ നമ്മളുടെ ഒബ്ജക്റ്റീവ്സിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്, കമ്പനിക്ക് ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടോ, നമുക്ക് ഈ പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റാഫും
പൈസയും ഒക്കെ ഉണ്ടോ, അതാണ് അഡ്വക്കേറ്റ് റിസോഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇനി വേറൊരു പ്ലാനാണ് ഇമർജൻസി ഇവാക്യുവേഷൻ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മളെ ഓർഗനൈസേഷന് എന്തെങ്കിലും അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യണം, നമ്മളുടെ എംപ്ലോയീസിനെ രക്ഷപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടല്ലേ. ആ ഒരു സംഭവമാണ് എന്ന് പറയുന്നത് ഇവാക്യുവേഷൻ പ്ലാൻ. അപ്പോൾ കമ്പനിക്ക് ഒരു എമർജൻസി ഇവാക്യുവേഷൻ പ്ലാൻ ഉണ്ടോ, ഇനി എല്ലാ തരത്തിലുള്ള പ്ലാനുകളും എന്ത് ചെയ്യുന്നുണ്ടോ, വർഷാവർഷം റിവ്യൂ ചെയ്യുന്നുണ്ടോ. അത് നേരത്തെ പോളിസി പോലെ തന്നെയാണ് പ്ലാനും സമയത്തിൻ്റെ സന്ദർഭത്തിനനുസരിച്ച് മാറണം. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ആ പ്ലാൻ എന്ത് ചെയ്യണം, നമ്മൾ വർഷാവർഷം മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആനുവലി ഒരു പ്രാവശ്യമെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആനുവലി എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ അത്തരത്തിലുള്ള പ്ലാനുകളിലേക്ക് റീവിസിറ്റ് ചെയ്ത് അതിന് അപ്ഡേഷൻ വരുത്തുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ HR പേഴ്സണലുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു HR പോളിസി ഉണ്ടോ എന്നുള്ള കാര്യം, അതുപോലെ തന്നെ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടോ എന്നുള്ള കാര്യം. ഇനി റിസോഴ്സസ് നമ്മൾ ഇപ്പോൾ ഒരു ടാലൻറ്റിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം, അവനെ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അതിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ എംപ്ലോയീസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എത്തരത്തിലാണ് നമ്മൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്, ഇനി അവർ തരുന്ന കംപ്ലയിൻറ്റ്സ് എത്തരത്തിലാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്, അതൊക്കെ എന്താണ് പേഴ്സണൽ മാനേജ്മെൻറ്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇനി കോൺട്രാക്ട്സ്, ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒത്തിരി കോൺട്രാക്ട്സുകളുടെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ എംപ്ലോയി ആയിട്ട് കോൺട്രാക്ട് ചെയ്യണം, വെണ്ടറുമായിട്ട് കോൺട്രാക്ട് ചെയ്യണം, കസ്റ്റമേഴ്സുമായിട്ട് കോൺട്രാക്ട് ചെയ്യണം. അപ്പോൾ ഈ കോൺട്രാക്റ്റുകളുടെ എല്ലാം ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണോ അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുക. ഇനി ഏതൊക്കെ ഈ താഴെ പറഞ്ഞിരിക്കുന്ന കോൺട്രാക്റ്റുകളിൽ കമ്പനി ഏർപ്പെട്ടിട്ടുണ്ടോ, സ്പോൺസർഷിപ്പ്, മെമ്പർഷിപ്പ്, ലീസ്, എംപ്ലോയ്മെൻറ്റ്, ഇതുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, മാനേജ്മെൻറ്റ് ഓഡിറ്റർക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ കൺട്രോൾ, ഇപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. ഇപ്പോൾ മൈനിങ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അവിടെയൊക്കെ പലതരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ആ ഒരു ഹസാർഡ്, അതിൻ്റെ ഇമ്പാക്റ്റ്, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ നേരത്തെ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് മോശം പോകാനായിട്ടുള്ളത്, അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു പ്ലാൻ ഉണ്ട് അതിനകത്ത് റിക്കവർ ചെയ്യാൻ വേണ്ടി, ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, ഹാസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ കൺട്രോളിനകത്തുണ്ട്. അപ്പോൾ ഹാസ് ഓഫ് എക്സസൈസ് ക്യാരിഡ് ഔട്ട് ടു പ്രൊട്ടക്ടിങ് പ്രോബ്ലം ഇമ്പാക്ട് ഓൺ മിഷപ്പ്, ഡ്രിൽസ് ഒക്കെ ഇല്ലേ, മോക്ക് ഡ്രിൽസ്, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇനി ബിൽഡിംഗ് എക്യുപ്മെൻറ്റ്, ഗ്രൗണ്ട് പാർക്കിംഗ്, ഇവിടെയൊക്കെ സേഫ്റ്റി എൻഷുർ ചെയ്തിട്ടുണ്ടോ, നമ്മൾ റെലവൻറ്റ് അതോറിറ്റീസ് മെയ്ഡ് ചെയ്തിട്ടുണ്ടോ ഹസാർഡസ് ഓപ്പറേഷന് വേണ്ടി. ഇപ്പോൾ ഫയറിന് വേണ്ടിയിട്ട് സാധ്യത ഉള്ളതാണെങ്കിൽ അവിടെ എന്ത് വേണം, നമുക്കൊരു ഫയർ അതോറിറ്റി വേണം, ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻറ്റേർണലി വേണം, റെലവൻറ്റ് അതോറിറ്റി മെയ്ഡ് ഓൺ ഹസാർഡസ് ഓപ്പറേഷൻസ് എന്ന് ചോദിച്ചിരിക്കുന്നത്. പിന്നെ റിസ്ക് അസസ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ടോ, മെയിൻ്റനൻസ് നടത്തുന്നുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ കൺട്രോൾ. ഇപ്പോൾ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസവും എന്ത് ചെയ്യണം, ആ ഡിറ്റക്ടേഴ്സ് എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി ആക്സിഡൻസ് അതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടിങ് എത്തരത്തിലാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യണം, ഈ ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ കൺട്രോളിനകത്ത് നമ്മൾ എക്സാമിൻ ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും വേണം. അടുത്താണ് ഈവൻറ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഓർഗനൈസേഷൻ എന്തെങ്കിലും ഈവൻ്റ് ഒക്കെ നടക്കുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന റിസ്ക്കുകൾ നമ്മൾ മുൻകൂട്ടി കാണുകയും അതിന് വേണ്ടിയിട്ടൊരു കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ചെയ്യുകയും എല്ലാം വേണം. ഒരു കണ്ടിജൻസി പ്ലാൻ, എന്തെങ്കിലും ഇൻ കേസ് പ്രശ്നം ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെ റിക്കവർ ചെയ്യാന്നുള്ള ഒരു കണ്ടിജൻസി പ്ലാനും ഇതെല്ലാം ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം, നമ്മുടെ മാനേജ്മെൻറ്റ് ഓർഡർ ഓർഗനൈസേഷൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ലെജിസ്ലേഷൻ ആൻഡ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷന് ഒത്തിരി ആൾക്കാരുണ്ട് പലതരത്തിലുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഡിസിഷൻസ് എടുക്കുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തിരിക്കണം, ലീഗൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലീഗൽ പോയിന്റ്സ് എന്തിരിക്കണം, മനസ്സിൽ കരുതിയിരിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ ആ ഒരു ലീഗൽ പോയിന്റ്സിലേക്ക് അല്ലെങ്കിൽ ലോയുടെ അറിവുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. വെദർ അപ്രോപ്രിയേറ്റ് ലെജിസ്ലേറ്റീവ് ആൻഡ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ആർ മെയ്ഡ് known to the related responsibility owners. ഇനി രണ്ടാമത്തത്, എന്തെങ്കിലും ലീഗലി എന്തെങ്കിലും നമ്മൾ കംപ്ലൈ ചെയ്തില്ല, ഫോർ എക്സാമ്പിൾ റിട്ടേൺ ഫയൽ ചെയ്യണമായിരുന്നു ഇന്ന ഡേറ്റിനുള്ളിൽ, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ ആ പേഴ്സൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചോദിക്കണം. പേഴ്സൺ അക്കൗണ്ടബിൾ ആണോ, ആ പുള്ളി എന്തുകൊണ്ടാണ് ആ ടൈം ഫ്രെയിമിനുള്ളിൽ ആ കാര്യങ്ങൾ ചെയ്യാഞ്ഞത്, ഇതെല്ലാം എന്ത് ചെയ്തിരിക്കണം നമ്മൾ ചോദിക്കണം. അതുപോലെ തന്നെ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ എന്നല്ലാതെ തന്നെ നമുക്കൊരു ഗുഡ് കോർപ്പറേറ്റ് ഗവർണൻസ് നമ്മുടെ ഓർഗനൈസേഷനിലുണ്ടോ എന്ന് നോക്കണം. അതുകൂടാതെ തന്നെ വിത്തിൻ ഇൻറ്റേർണലി നമ്മൾ കുറേയധികം ലീഗൽ കോൺട്രാക്ട്സിൽ ഏർപ്പെടുന്ന ഒരു കമ്പനി ആണെങ്കിൽ നമുക്ക് അകത്ത് തന്നെ ലീഗൽ എക്സ്പെർട്ടൈസ് ഉണ്ടോ എന്ന് നോക്കണം. ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ലീഗൽ അഡ്വൈസറൊക്കെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. ഇതൊക്കെയാണ് ഈ ഒരു ചെക്ക് ലിസ്റ്റിനകത്ത് നമ്മളുള്ളത്. ജസ്റ്റ് ജനറൽ പോയിന്റ് ആക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്, അല്ലാതെ നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എക്സാമിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയില്ല, പക്ഷേ എന്നാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു നോട്ടിൽ ഉൾപ്പെടുത്തി ഉണ്ട് ഈ കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.